നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊട്ടറ്റോ നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പൊട്ടറ്റോ നഗറ്റ്സിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ സൈസിലുള്ള പൊട്ടറ്റോ നല്ല പോലെ പുഴുങ്ങിയിട്ട് അത് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ ഇഞ്ചി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതും നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ഇട്ട് കൊടുക്കാം. 5 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ബ്രെഡ് ക്രംസ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ പൊട്ടറ്റോയിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അംശം ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ വെള്ളം എപ്പോഴും മാവ് ഡ്രൈ ആയിട്ട് ഇരിക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസോ അതേപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പോലെ അങ്ങ് കുഴച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ നല്ല പോലെ പൊട്ടറ്റോ ഒക്കെ കുഴച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണ്ടിട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉരുളകളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ കയ്യിലിട്ടിട്ട് 2 കൈയും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഇത് എടുക്കാം കേട്ടോ. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ഷേപ്പ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതേപോലെ തന്നെ എല്ലാനും നമുക്ക് ഇതേപോലെ ഉരുട്ടി എടുക്കാം. അപ്പോൾ എല്ലാനും ഞാൻ ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നഗറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. നഗറ്റ്സ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചെറിയ ബൗളിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കോൺഫ്ലവറിൻ്റെ പൊടിയിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കട്ടയൊന്നും കെട്ടാതെ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയെടുക്കാം. അതല്ലെങ്കിൽ മുട്ട വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നഗറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു നഗറ്റ്സ് എടുത്തിട്ട് നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ അങ്ങ് മുക്കിയെടുക്കാം. എന്നിട്ട് അത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ നഗറ്റ്സും നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാ നഗറ്റ്സും ഇതേപോലെ നല്ല പോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നേരിട്ട് ഇപ്പം ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നഗറ്റ്സ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ചൂടിൽ വേണം എപ്പോഴും നമ്മുടെ ഓയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോ നഗറ്റ്സും ഇട്ട് കൊടുക്കാം. അപ്പോൾ സൂക്ഷിച്ചിടാം കേട്ടോ, എണ്ണ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ നിറം ആവുന്നത് വരേക്കും ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ നഗറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നഗറ്റ്സിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കോരി എടുക്കാം, എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ നഗറ്റ്സും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ നഗറ്റ്സും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്